ഒരു സൈക്കോളജിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. കോളേജിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് തിയറീസ് പഠിച്ചു, കുറേ പരീക്ഷകൾ എഴുതി, പ്രാക്ടിക്കൽ എക്സാംസ് എഴുതി. ഇതൊന്നും യൂസ്ലെസ് ആണെന്ന് പറയുന്നില്ല, എല്ലാം വൺ വേ ഓർ ദി അതർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൊഫഷണൽ ലൈഫിലേക്ക് കയറിയപ്പോൾ ഓക്കെ, ഇനി തൊട്ട് ഇതാണല്ലേ എൻ്റെ ജോലി, ഈ കാര്യങ്ങളൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് തോന്നിയ ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സൈക്കോളജിസ്റ്റ് ആവുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. സോ അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ എം അഷിത നവാദ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജോലിയിൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഇമോഷണൽ ലോഡ്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ ജോലിയിലോ ഒരു ഡോക്ടറിൻ്റെ ജോലിയിലോ ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ളത് വേറെ ഒരുപാട് ടൈപ്പ് ഓഫ് സ്ട്രെസ് ആയിരിക്കും. പക്ഷെ ബീയിങ് എ സൈക്കോളജിസ്റ്റ് മനഷ്യന്മാരുടെ മനസ്സ് വെച്ചാൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്, അവരുടെ ജീവിതമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. സോ അവരുടെ ഇമോഷൻസ് ഡീൽ ചെയ്യുക എന്നുള്ളത് ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തിയറിയും കുറച്ച് പ്രാക്ടിക്കൽ എക്സ്പോഷറും ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പക്ഷെ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് ആവാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന പാർട്ട്. ഒരു ക്ലയൻറ്റ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് കരയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് അത്രയും ട്രൊമാറ്റിക് ആയിട്ടുള്ള, അവരുടെ ലൈഫിൽ അത്രയും വൾണറബിൾ ആയിട്ടുള്ള ഒരു കാര്യം നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ അവിടെ റെഗുലേറ്റ് ചെയ്യുന്നു? ആ ക്ലയൻറ്റിനോട് ഓവർ ഐഡൻറ്റിഫൈ ചെയ്യാതെ ഓക്കെ, ഇവരെനിക്കിപ്പോൾ തന്നെ ഫിക്സ് ചെയ്യണം, ഇവരുടെ ലൈഫിൽ ഇവരെങ്ങനെയെങ്കിലും എനിക്കിപ്പോൾ തന്നെ ഒന്ന് രക്ഷിക്കണം എന്നുള്ള തോട്ട്സ് നമ്മളെ ഓവർ പവർ ചെയ്യാണ്ട് നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു? ഈ കാര്യങ്ങളൊന്നും നമുക്ക് ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല. പക്ഷെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇത് ബേൺ ഔട്ടിലേക്ക് എത്തിക്കും. അതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എംപതി ആൻഡ് ഓവർ ഐഡൻറ്റിഫിക്കേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. നമ്മളെല്ലാവരും തീർച്ചയായിട്ടും എംപത്തറ്റിക് ആയിട്ട് ഇരിക്കേണ്ട ആൾക്കാർ തന്നെയാണ്. ഒരു ക്ലയൻറ്റ് അവരുടെ സ്റ്റോറി പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എംപത്തറ്റിക് ആയിട്ട് ഇരിക്കണം, അവരോട് എംപതി എക്സ്പ്രസ്സും ചെയ്യണം. പക്ഷെ ഇവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഓവർ ഐഡൻറ്റിഫിക്കേഷൻ. അവരെത്രയും പെട്ടെന്ന് എനിക്ക് രക്ഷിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ ക്ലൗഡ് ചെയ്യും. നമ്മൾ എങ്ങനെ ആ ക്ലയൻറ്റിനെ വ്യൂ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനെയും അത് എഫക്റ്റ് ചെയ്യും. സോ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ജോലിയിൽ ഇമോഷണൽ ലോഡ് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഇമോഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, ആസ് എ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും പവർഫുൾ ടൂൾ നമ്മുടെ ഡിഗ്രീസോ നമ്മുടെ കയ്യിലുള്ള നോളജോ ഒന്നുമല്ല, അത് നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഹ്യൂമിലിറ്റിയാണ്. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു കേസല്ല, ഒരു സബ്ജക്റ്റ് അല്ല, നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് എന്നുള്ള ബേസിക് തോട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതും. ആ ഒരു കാര്യമാണ് ക്ലയൻസിന് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവാൻ പോകുന്നതും. നമ്മൾ ആ ക്ലയൻസിനോട് എത്രത്തോളം ആ ഒരു തെറപ്യൂട്ടിക് അലയൻസ് ബിൽഡ് ചെയ്യുന്നു, അവരോട് എത്രത്തോളം എംപത്തറ്റിക് ആയിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാനും അവരുടെ കൺസേൺസ് കേൾക്കാനും പറ്റുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെയും ക്ലയൻറ്റിൻ്റെയും ആ ഒരു സെഷൻ എന്നുള്ള ടേക്ക് അവേ. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരുപാട് വലിയ ഡിഗ്രി ഉള്ള കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് ക്ലയൻറ്റ്സ് നമ്മളോട് പറയാറുള്ളത്. ദാറ്റ്സ് ബിക്കോസ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എനിക്കിത്ര നോളജ് ഉണ്ട് എന്നുള്ള കാര്യത്തിലായിരിക്കും. അല്ലാണ്ട് ആ ക്ലയൻറ്റിന് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡിനോ അല്ലെങ്കിൽ എംപതിക്കോ ഒന്നും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ക്ലയൻറ്റ്സ് ചിലപ്പോൾ നമ്മളോട് ചോദിക്കും, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതിന് ഞാൻ എന്ത് സൊല്യൂഷനാണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ ക്ലയൻറ്റ്സ് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ ഉത്തരങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല. ആൻഡ് നമ്മുടെ ഡ്യൂട്ടി അല്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം, അവരെന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അറിയില്ല, നമുക്ക് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം എന്ന് പറയാനുള്ള ഒരു മൈൻഡും, എന്ന് പറയാൻ മാത്രം നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും, തെറപ്പിസ്റ്റിന് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന്. അതിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ തിയറീനെയും എക്സ്പെരിമെൻറ്റ്സിനെയും അസസ്മെൻറ്റ്സിനെയും ഒക്കെ കൂടുതൽ റിലേ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള സ്കില്ല് നമ്മുടെ എംപതി ആണെങ്കിൽ, ക്ലയൻറ്റിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ട് എന്നുള്ളതാണെങ്കിൽ, ഈ ഇമ്പോസ്റ്റർ സിൻഡ്രോം ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആസ് എ തെറപ്പിസ്റ്റ് നമുക്ക് തീർച്ചയായിട്ടും ഓഫീസ് വർക്ക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്.
ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഫീ എത്രയാണെന്നും ഏത് സമയത്താണ് ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഇത് കളക്ട് ചെയ്യേണ്ടതെന്നും ആൻഡ് ഓൾസോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതിനെ ഡീൽ ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ ഒരു ബിഗിനർ തെറപ്പിസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഡിഗ്രിയോ പി ജിയോ സൈക്കോളജിയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളുടെ മൈൻഡിലേക്ക് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ വരുന്ന രൂപം ഓക്കെ ഒരു റൂമിലിരുന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ കേട്ടിരിക്കുന്ന ഒരാൾ എന്നുള്ളതായിരിക്കും. പക്ഷേ ഇയാൾ ചെയ്യുന്ന ഓഫീസ് വർക്ക്സോ ഡോക്യുമെൻറ്റേഷൻ വർക്ക്സോ റെഫറലിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ ചിലപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നില്ല. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഡോക്യുമെൻറ്റേഷൻ പോലെ അല്ലെങ്കിൽ റെഫറലിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രൊഫഷൻ്റെ ഒരു പാർട്ടാണ്. സോ ഇതിലും നമുക്ക് സ്കില്ല് ഉണ്ടായിരിക്കണം. എങ്ങനെ കൃത്യമായിട്ടൊരു ക്ലയൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം, അവരുടെ കേസ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റാണ്. ക്ലയൻറ്റ്സ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് റിപ്പോർട്ട്സ് ചോദിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് പോലെയുള്ള പേർപ്പസിന് വേണ്ടി റിപ്പോർട്ട്സ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രൊഫഷണലിന് ഈ ക്ലയൻറ്റിനെ റെഫർ ചെയ്യണമെങ്കിൽ ആ ടൈമിലും നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരും. സോ ഈ കാര്യങ്ങൾക്ക് ഈ സ്കിൽസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓൾസോ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ സെഷന് ചാർജ് ചെയ്യേണ്ടത്, എത്ര ടൈം ഡ്യൂറേഷനാണ് നമ്മൾ സെഷന് സെറ്റ് ചെയ്യാൻ പോകുന്നത്, ഈ ടൈം ഡ്യൂറേഷന് വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് ചാർജ് ചെയ്യണം, ക്ലയൻറ്റ് ഇതിലൊരു ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഏതൊക്കെ പെർട്ടിക്കുലർ പോപ്പുലേഷന് നമുക്ക് കുറച്ച് ഡിസ്കൗണ്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതിൻ്റെ പുറകെ പോകാൻ നിന്നാൽ അത് വലിയ പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബൗണ്ടറി സെറ്റിംഗ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ക്ലയൻസിനെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നെല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ആക്ച്വലി ഒരു തെറപ്യൂട്ടിക് സെറ്റിങ്ങിൽ എന്തിനാ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത്? അത് നമുക്ക് വേണ്ടിയാണോ ക്ലയൻസിന് വേണ്ടിയാണോ? ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് വെച്ചാൽ ഇത് നമുക്കും ക്ലയൻസിനും വേണ്ടിയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി തെറപ്പി എഫക്റ്റീവ് ആവാൻ ബൗണ്ടറി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു നമ്മുടെ ജോലിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നമാണ് ഇമോഷണൽ ലോഡ്. ഈ ഇമോഷണൽ ലോഡിൽ നിന്നും കമ്പാഷൻ ഫാറ്റീഗിൽ നിന്നും ബേൺ ഔട്ടിൽ നിന്നുമൊക്കെ നമ്മളൊരു പരിധി വരെ സഹായിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പരിധി വരെ രക്ഷിക്കാൻ പോകുന്നത് നമ്മൾ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്ന ബൗണ്ടറീസ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ക്ലയൻസിനോടുള്ളത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ല, ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനപ്പുറത്തേക്ക് ഞാനും എൻ്റെ ക്ലയൻറ്റും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവാനും പാടില്ല. ഇത് കൃത്യമായിട്ട് ക്ലയൻസിന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെഷൻസിൽ കറക്റ്റായിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം. ഏതൊക്കെ ബൗണ്ടറീസാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്? ടൈമിൻ്റെ ബൗണ്ടറി ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഏത് സമയത്ത് സെഷൻ തുടങ്ങും, എത്ര നേരം ഈ സെഷൻ ഉണ്ടാവും, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലയൻസിന് പറഞ്ഞു കൊടുക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കണം. 10 മണിക്ക് സെഷൻ തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് തെറപ്പിസ്റ്റ് 10:15-നാണ് സെഷന് ജോയിൻ ചെയ്തതെങ്കിൽ നമ്മൾ ആ ബൗണ്ടറി വയലേറ്റ് ചെയ്തില്ലേ? ഓൾസോ ക്ലയൻറ്റിന് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാനും ചാൻസ് ഇല്ലേ? ചിലപ്പോൾ നമ്മളോടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് ദാറ്റ്സ് ഓക്കെ മാം, അതൊന്നും കുഴപ്പമില്ല എന്ന് ക്ലയൻറ്റ് പറയുമായിരിക്കും. പക്ഷെ അവിടെ വീണ്ടും ഒരു ബൗണ്ടറി വയലേഷൻ നടന്നു. നമ്മൾ കൃത്യമായിട്ട് ഈ ടൈം ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടതും അത് പാലിക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ക്ലയൻറ്റ്സ് ഇത് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. പിന്നുള്ളൊരു കാര്യമാണ് ഇമോഷണൽ ബൗണ്ടറി. ക്ലയൻറ്റ്സ് പറയുന്ന കാര്യങ്ങൾ നമ്മളൊരു പരിധിക്കപ്പുറം അഫക്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ആ ഒരു തെറപ്യൂട്ടിക് സെറ്റിങ്ങിൻ്റെ പുറത്ത് ക്ലയൻറ്റ്സിൻ്റെ സ്റ്റോറീസ് നമ്മൾ ഒരിക്കലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് എ തെറപ്പിസ്റ്റ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതൊന്നും ആയിരിക്കണം എന്നില്ല വേറൊരു തെറപ്പിസ്റ്റിന് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. ഇനി നിങ്ങൾ നാളെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിതൊന്നും ഫീൽ ചെയ്യണമെന്നില്ല. ഇതിനൊക്കെ പുറമെ വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പോവുക. പക്ഷെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് തെറപ്പിസ്റ്റ് ആവാൻ പോകുന്നില്ല. ഇതൊരു ജേണിയാണ്. നമുക്ക് തീർച്ചയായിട്ടും മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മിസ്റ്റേക്സ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടോ? ആസ് എ തെറപ്പിസ്റ്റ് ഇന്നലെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആണോ ഞാനിന്ന്? ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല തെറപ്പിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓൾസോ നിങ്ങൾക്കുള്ള തോട്ട്സും ഡൗട്ട്സും എല്ലാം കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.